നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. 16ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. രാവിലെ 6 മണി മുതൽ തന്നെ വോട്ടർമാർ ബൂത്തിലെത്തി തുടങ്ങിയിരുന്നു. 2.71 കോടി വോട്ടർമാർ 883 സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 5000 ബൂത്തുകൾ കൂടുതലാണ് ഇക്കുറി ഒരുക്കിയിരിക്കുന്നത്. ഒരു ബൂത്തിൽ പരമാവധി 1200 വോട്ടർമാർ മാത്രമാണുള്ളത്. പോളിംഗ് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ പ്രചാരണ പരിപാടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തുണ്ടായിരുന്നു. കന്നി വോട്ടർമാരെ മധുരം നൽകിയാണ് സ്വീകരിക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് ക്യൂവിലുള്ള എല്ലാവർക്കും ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.75% പോളിംഗ്. മോക്ക് പോളിംഗിനിടെ പലയിടത്തും വോട്ടർ മെഷീൻ തകരാറിലായിരുന്നു. മെഷീനിലെ പ്രശ്നം പരിഹരിച്ച ശേഷമാണ് മോക്ക് പോളിംഗ് ആരംഭിച്ചത്. ഉടുമ്പൻചോലയിൽ 3 ബൂത്തുകളിൽ വോട്ടിംഗ് കേന്ദ്രങ്ങൾ പണിമുടക്കി. മോക്ക് പോളിലാണ് പ്രശ്നങ്ങൾ കണ്ടെത്തിയത്. വിവിപാറ്റ് മെഷീനുകൾ മാറ്റിവെച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. മേഖലയിൽ പലയിടത്തും യന്ത്ര തകരാർ ഉണ്ടായെങ്കിലും പരിഹരിച്ച് പോളിംഗ് ആരംഭിച്ചു. വോട്ടിംഗിന്റെ ആദ്യ മണിക്കൂറുകളിൽ താരതമ്യേന നല്ല തിരക്കാണ് ഒട്ടുമിക്ക ബൂത്തുകളിലും കാണാനായത്. കനത്ത വെയിലിന് മുന്നേ വോട്ട് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വോട്ടർമാർ രാവിലെ തന്നെ എത്തിയതെന്നാണ് വിലയിരുത്തൽ. സുശക്തമായ പോലീസിനെ പലയിടത്തും വിന്യസിച്ചിരുന്നു. അക്രമ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2500 പ്രശ്നബാധിത ബൂത്തുകൾ സംസ്ഥാനത്തുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട്. 140 കമ്പനി കേന്ദ്ര സേനാംഗങ്ങളും 20 കമ്പനി തമിഴ്നാട് പോലീസും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്തുണ്ട്. വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 137 നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 6:30യോടെയാണ് അദ്ദേഹം പോളിംഗ് ബൂത്തിൽ എത്തിയത്. വരി നിന്ന് 3ാമത്തെ വോട്ടാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C. നിവേദിത എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പന്റെ മണ്ണിൽ ആദ്യമായി വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. BJPയുടെ കേരളത്തിലെ വിജയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് സർപ്രൈസാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ശോഭ സുരേന്ദ്രൻ വോട്ടിന് പണം വാങ്ങി എന്ന ആരോപണത്തെക്കുറിച്ച് ചോദ്യത്തിന് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ശോഭയെ പോലെയുള്ളവരുടെ മുന്നേറ്റം തടയാൻ ചിലർ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുകയാണെന്നും അത്തരം ചെപ്പടി വിദ്യ എന്നും ഇവിടെ വിലപ്പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ തരംഗമാണ് കാണാൻ കഴിയുന്നതെന്ന് കുന്നംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ പറഞ്ഞു. എരുമപ്പെട്ടിയിലെ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചതിനു ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ വലിയ ആവേശത്തോടെയാണ് പോളിംഗ് ബൂത്തുകളിലെത്തുന്നതെന്നും ബൂത്തുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു. രാവിലെ വോട്ട് ചെയ്തു. എൻ്റെ സ്വന്തം വോട്ട് രേഖപ്പെടുത്തി. എല്ലാ ബൂത്തുകളിലും പോയി. വളരെ ആവേശത്തിലാണ് ജനങ്ങൾ. പരമാവധി ക്യൂ ഉണ്ട് എല്ലാ സ്ഥലത്തും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു തരംഗമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കണം. കുന്നംകുളത്തെ UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ എരമംഗലം ALP സ്കൂളിൽ 214 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. ഭാര്യ പാർവതിയും ഒപ്പമുണ്ടായിരുന്നു. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് PT അജയ് മോഹൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിനെ കേരള ജനത വെറുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അതിന്റെ പ്രതികരണം വോട്ടായി പ്രകടമാകുമെന്നും അദ്ദേഹം വിലയിരുത്തി. ശബരിമല സ്വർണ്ണക്കേസ്, കരിവന്നൂർ ബാങ്ക് കേസ് തുടങ്ങിയ വിഷയങ്ങളിൽ ഉണ്ടായ ആരോപണങ്ങളും വിവാദങ്ങളും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ UDFന് അനുകൂലമായ വോട്ടു ചലനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ എൻ്റെ നാട്ടിൽ ഫസ്റ്റ് വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തി വോട്ട് ചെയ്തു. ഇനി കുന്നംകുളത്തേക്ക് പോവുകയാണ്. ഇവിടെയും കുന്നംകുളത്തും തവനൂരും ഒക്കെ നല്ല ശുഭപ്രതീക്ഷയിലാണ്. ഏതായാലും ഇത്തവണ UDF 100ൽ പരം സീറ്റുകൾ വാങ്ങി അധികാരത്തിൽ വരും. 100ൽ കൂടുതൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. കേരളത്തിലെ ജനങ്ങൾ 10 വർഷത്തെ ഇടതുപക്ഷ ഗവൺമെന്റിനെ വെറുത്തിരിക്കുകയാണ്. അത് വോട്ടായി പ്രതിഫലിക്കും എന്നുള്ളത്
ഞങ്ങളുടെ വിചാരം, ഞങ്ങളുടെ ധാരണ. അത് ഉറപ്പായിട്ട് അങ്ങനെ തന്നെ സംഭവിക്കും. ശബരിമല അയ്യപ്പനടക്കം കക്കാൻ ശ്രമിച്ചവർ, കുട്ടികളിൽ രാസലഹരി കഴിഞ്ഞ 10 വർഷമായി പടർത്തിയവർ, അതുപോലെ തന്നെ കരുവന്നൂരൊക്കെ കേരളം ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വോട്ട് UDF അനുകൂലമായിട്ടായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് UDF സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും. ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്ന കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി BDJSലെ KR രജിൽ കടവല്ലൂർ പഞ്ചായത്തിലെ 43 നമ്പർ ബൂത്തായ അക്കിക്കാവ് TM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. 7 മണിക്ക് തന്നെ സഹധർമ്മിണി ദീപികയോടൊപ്പം ബൂത്തിലെത്തിയ രജിൽ അരമണിക്കൂറോളം ക്യൂ നിന്നാണ് വോട്ട് ചെയ്തത്. അപ്രതീക്ഷിതമായാണ് സ്ഥാനാർത്ഥിത്വം ലഭിച്ചതെന്നും ചുരുങ്ങിയ പ്രചരണ സമയമാണ് ലഭിച്ചതെങ്കിലും മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷവും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും വിജയസാധ്യത കയ്യെത്താ ദൂരത്തിലല്ല എന്ന് ആത്മവിശ്വാസമുണ്ടെന്നും റിജിൽ CCTVയോട് പറഞ്ഞു. കുന്നംകുളത്ത് മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ NDA നിർണായക ശക്തിയായി മാറുമെന്നും സ്ഥാനാർത്ഥി കൂട്ടിച്ചേർത്തു. ജനങ്ങളുടെ ഒപ്പമാണല്ലോ എന്നും. അവരൊപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് തന്നെ ഭാഗ്യമായിട്ട് തന്നെ കാണുന്നത്. ഒരു സമയത്ത് നോട്ട് ചെയ്യാൻ പോലല്ല, ഇത് പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അവരൊപ്പം നിൽക്കുമ്പോൾ സാധാരണക്കാരനായിട്ട് തന്നെ ഫീലായി. LDF നാട്ടിക നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഗീത ഗോപി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 135 നമ്പർ പോളിംഗ് വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 6 മണിയോടെ കുടുംബസമേതമാണ് സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. വരി നിന്ന 5ാമത്തെ വോട്ടാണ് ഇവർ രേഖപ്പെടുത്തിയത്. കേരളത്തിൽ LDFന് തുടർ ഭരണം ഉറപ്പാണെന്നും അവർ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുകയും ഒരു തുടർ ഭരണത്തിന് ഈ കേരള ജനത വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച് വീണ്ടും കേരള ഭരണം നിലനിർത്തും. നാടിൻ്റെ നന്മയ്ക്കും ജനക്ഷേമ വികസനങ്ങൾക്കും ജനങ്ങളുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ് ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിൽ തൊട്ടറിഞ്ഞ് ഈ സർക്കാർ വീണ്ടും കേരളത്തിൽ തുടർ ഭരണം വരും. എല്ലാവർക്കും വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കവിയും സാഹിത്യകാരനും തൃശൂർ നിയമസഭാ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പൊന്നാനി മണ്ഡലത്തിലെ 118 നമ്പർ പോളിംഗ് സ്റ്റേഷനായ ആലങ്കോട് പന്താവൂർ ജനതാ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച അദ്ദേഹം ജനങ്ങൾ മാറ്റത്തിനും വികസനത്തിനുമുള്ള വിധി രേഖപ്പെടുത്തുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ജനാധിപത്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. തീർച്ചയായും ഇത്രയും സുതാര്യമായും ഇത്രയും കൃത്യതയോടുകൂടിയും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്ഥലം ഇന്ത്യ പോലെ വേറെയില്ല. വിശേഷം കേരളം. വളരെ രാഷ്ട്രീയ പ്രബുദ്ധരായ ആളുകളാണ് കേരളത്തിലെ വോട്ടർമാർ. ഞാൻ ഓർമ്മ വെച്ചാൽ വോട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽക്ക് ഒരു വോട്ടും പാഴാക്കാതെ കൃത്യമായി വോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ തൃശ്ശൂർ നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇവിടെ വോട്ട് നഷ്ടപ്പെടുത്താതിരിക്കാൻ അവിടെ നിന്ന് രാവിലെ തന്നെ യാത്ര ചെയ്ത് ഇവിടെ വന്ന് വോട്ട് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും ജനാധിപത്യം വിജയിക്കണം. എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഈ ജനാധിപത്യ പ്രക്രിയയിൽ അതിൻ്റെ ചിട്ടയോടും അതിൻ്റെ നിയമത്തിനനുസരിച്ചും പ്രവർത്തിച്ചാൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ യഥാർത്ഥമായ വിജയമായിരിക്കും ഉണ്ടാവുക. ഞാനും അതിൽ പങ്കാളിയാകുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ എയ്യാൽ അങ്കണവാടിയിലെ 151 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. പത്നി ആനന്ദവല്ലിയോടൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വളരെ സന്തോഷമായിട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മൾ ഈ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാകുന്നു എന്നതാണ് വോട്ട് രേഖപ്പെടുത്തുന്നതിലൂടെ സാധ്യമാകുന്ന കാര്യം. എല്ലാവർക്കും നമസ്കാരം.
ഗുരുവായൂർ LDF സ്ഥാനാർത്ഥി NK അക്ബർ ചാവക്കാട് വുമൺസ് ഇസ്ലാമിക് കോളേജ് 147 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. വിജയം സുനിശ്ചിതമെന്നും എതിരാളികളുടെ ആരോപണങ്ങൾ വില പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി CH റഷീദ് കടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 191 ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. മണ്ഡലം UDF തിരിച്ചുപിടിപ്പിക്കുമെന്നും വർഗീയമായും മറ്റും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നവർ ജനം മറുപടി നൽകുമെന്നും CH റഷീദ് കൂട്ടിച്ചേർത്തു. ഗുരുവായൂർ മണ്ഡലം SDPI സ്ഥാനാർത്ഥി KV അബ്ദുൽ നാസർ പരൂർ ഗവൺമെന്റ് മാപ്പിള LP സ്കൂൾ ഈസ്റ്റ് പാർട്ട് 26 ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. സാഹിത്യകാരൻ ഹക്കീം വെളിയത്തിനൊപ്പമാണ് എത്തിയത്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പള്ളി രാവിലെ തന്നെ ഓട്ടുപാറ വില്ലേജ് ഓഫീസിൽ വോട്ട് രേഖപ്പെടുത്തി. UDF സ്ഥാനാർത്ഥി PN വൈശാഖ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് LP സ്കൂളിലും, കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ നാട്ടിലെ പനങ്ങാട്ടുകര ഗവൺമെന്റ് LP സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തുടർഭരണം ഉറപ്പുവരും എന്ന നിലയിലുള്ള സാഹചര്യമാണ് കേരളത്തിൻ്റെ അകത്ത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം ഉറപ്പാണ്. അതിനാവശ്യമായ എല്ലാ സാഹചര്യവുമുണ്ട്. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം തന്നെ നിൽക്കും എന്നത് ഉറപ്പാണ്. തൃത്താല മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി VT ബൽറാം വോട്ട് രേഖപ്പെടുത്തി. തന്റെ വീടിനടുത്തുള്ള ബൂത്തിൽ അതിരാവിലെ തന്നെ എത്തിയ അദ്ദേഹം ബൂത്തിലെ ആദ്യ വോട്ടർമാരിൽ ഒരാളായാണ് വോട്ട് ചെയ്തത്. വോട്ടെടുപ്പിന് ശേഷം വിജയപ്രതീക്ഷ പങ്കുവച്ചു. ഒന്നാമനായി വോട്ട് രേഖപ്പെടുത്തി. ഈ പോരാട്ടത്തിൽ ഒന്നാമനായി തന്നെ ഫിനിഷ് ചെയ്യും എന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ തവണത്തെ പരാജയത്തിനു ശേഷം ഇക്കുറി തൃത്താലയിലെ ജനങ്ങൾ തന്നെ കൈവിടില്ലെന്നും മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്നും ബൽറാം കൂട്ടിച്ചേർത്തു. കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃത്താല. LDFിനു വേണ്ടി സിറ്റിംഗ് MLAയും മന്ത്രിയുമായ MP രാജേഷും UDFിനു വേണ്ടി VT ബൽറാമുമാണ് നേർക്കുനേർ പോരാടുന്നത്. BJPക്ക് വേണ്ടി V ഉണ്ണികൃഷ്ണനും രംഗത്തുണ്ട്. കഴിഞ്ഞ തവണ 3000-ഓളം വോട്ടുകൾക്കാണ് ബൽറാം പരാജയപ്പെട്ടത്. ഇക്കുറി ഭരണവിരുദ്ധ വികാരവും വ്യക്തിപരമായ ബന്ധങ്ങളും തുണയ്ക്കുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. തൃശൂർ ജില്ലയിൽ 13 മണ്ഡലങ്ങളിൽ LDF മുന്നേറ്റം ഉണ്ടാകുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ബ്ലാങ്ങാട് PV LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മാസക്കാലം നീണ്ട പ്രചരണത്തിനൊടുവിൽ LDFിന് അനുകൂലമായ തരംഗമാണ് ആഞ്ഞടിക്കുന്നതെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. തൃശ്ശൂർ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വലിയ തരംഗം ദൃശ്യമുണ്ട്. 13 നിയമസഭാ മണ്ഡലങ്ങളിലും UDFിന് മികച്ച വിജയപ്രതീക്ഷയാണ് കഴിഞ്ഞ ഒരു മാസക്കാലത്തെ വളരെ സജീവമായ ക്യാമ്പയിനിന് ശേഷം 13 നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടർമാർ ആവേശത്തോടെ LDFിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അവർക്കെല്ലാം അഭിവാദ്യമുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC മെമ്പറുമായ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിലെ 37 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. സഹധർമ്മിണി സാറാമയും UDF കടവല്ലൂർ മണ്ഡലം ചെയർമാൻ PK ദേവദാസും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇത്തവണ ബംഗാളിലെ സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ ഇടതുമുന്നണിക്ക് സംഭവിക്കുകയെന്നും 100-ലധികം സീറ്റുകളിൽ വിജയിച്ച് UDF ഭരണത്തിൽ വരുമെന്നും ജോസഫ് ചാലിശ്ശേരി CCTVയോട് പറഞ്ഞു. ഭരണമാറ്റം ഇടതുമുന്നണി പ്രവർത്തകർ പോലും ആഗ്രഹിക്കുന്നു എന്നതാണ് സത്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF
UDF-ന്റെ MLA-മാരാകുമ്പോൾ അതിലൊരാൾ നിർബന്ധമായും കുന്നംകുളം പ്രതിനിധാനം ചെയ്യുന്ന ശ്രീ P.T. അജയമോഹനായിരിക്കും. ശ്രീ അജയമോഹനുള്ള ജനസ്വീകാര്യത അത്രയും വലുതാണ്. 10 വർഷം CPM-ന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഈ ഭരണം CPM അനുഭാവികൾക്ക് പോലും അസഹ്യമായി തുടങ്ങി. അവരിപ്പോൾ ഓർക്കുന്നത് വെസ്റ്റ് ബംഗാളിനെ കുറിച്ചാണ്. 32 വർഷക്കാലം ഭരണം നടത്തിയ വെസ്റ്റ് ബംഗാളിൽ CPM നാമാവശേഷമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം തന്നെ വെസ്റ്റ് ബംഗാളില്ല. അതുപോലെ തന്നെ ഭരണത്തിൻ്റെ സ്വാധീനത, ഭരണത്തിൻ്റെ അഹങ്കാരം, ധാർഷ്ട്യം ഇതൊക്കെ വെച്ച് പുലർത്തി പോകുമ്പോൾ ജനങ്ങൾ നാഗന്നു പോകുന്നു എന്നൊരു ധാരണ CPM അനുകൂലികൾക്ക് പോലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരിൽ എല്ലാ വിഭാഗം ജനങ്ങളും, കോൺഗ്രസ് മാത്രമല്ല CPM-ൻ്റെയും മറ്റു പാർട്ടികളുടെയും അനുഭാവികൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ ജയിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സവിശേഷ സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. തവനൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ ഡോക്ടർ KT ജലീൽ വ്യാഴാഴ്ച രാവിലെ വോട്ട് രേഖപ്പെടുത്തി. കോട്ടക്കൽ മണ്ഡലത്തിലെ വളാഞ്ചേരി മൂച്ചിക്കൽ കട്ടിപ്പരുത്തി റോഡിലുള്ള GMLP സ്കൂളിലെ 164 നമ്പർ ബൂത്തിൽ ഭാര്യയോടൊപ്പം എത്തിയാണ് ഡോക്ടർ ജലീൽ വോട്ട് രേഖപ്പെടുത്തിയത്. വിജയപ്രതീക്ഷ പ്രകടിപ്പിച്ച അദ്ദേഹം ഇടതുഭരണം തുടരുമെന്നും കൂട്ടിച്ചേർത്തു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പോർക്കുളം പഞ്ചായത്തിലെ 32-ാം ബൂത്തിൽ അക്കിക്കാവ് സെന്റ് മേരീസ് കോളേജിൽ വോട്ട് രേഖപ്പെടുത്തി. എല്ലാ തെരഞ്ഞെടുപ്പുകളെയും പോലെ തന്നെ ഈ ജനവിധിയും ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘട്ടമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുകയും മതേതരത്വവും സൗഹൃദവും നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എപ്പോഴും പോലെ ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒന്നാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്, മതേതരത്വം, അതുപോലെ നമ്മുടെ നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ സൗഹാർദ്ദവും ഒക്കെ നിലനിർത്തുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ ഇപ്പോൾ മുന്നിൽ ഉള്ളത്. ഗാനരചയിതാവ് BK ഹരിനാരായണൻ കടവല്ലൂർ പഞ്ചായത്തിലെ CMLP സ്കൂളിലെ 35-ാം ബൂത്തിൽ തന്റെ വോട്ട് രേഖപ്പെടുത്തി. അടുത്ത 5 വർഷത്തേക്ക് ആരാണ് ഭരണത്തിൽ എത്തേണ്ടതെന്ന് നിർണ്ണയിക്കുന്ന പ്രധാനമായ ജനാധിപത്യ പ്രക്രിയയാണിത് എന്നും എല്ലാവരും അതിനെ പരമാവധി വിനിയോഗിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പുതിയ തലമുറ വോട്ടെടുപ്പിൽ നിന്നും പിന്തിരിയുന്ന പ്രവണത സത്യമായി തീരാതിരിക്കണമെന്നും നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവോടെ എല്ലാവരും നിർബന്ധമായും വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവുകയാണ് നമ്മുടെ സംസ്ഥാനം. അടുത്ത 5 വർഷത്തേക്ക് ആരാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. അതിൽ ഏറ്റവും വിലപ്പെട്ട സമ്മതിദാനം വിനിയോഗിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു, ആളുകൾ പലപ്പോഴും ഒരു പുതിയ കാലഘട്ടത്തിലുള്ളവരൊക്കെ ഒരു വിമുഖത വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നു എന്നുള്ളത്. അത് സത്യമാവാതിരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അതത്രയും വിലയുള്ളൊരു കാര്യമാണ്. നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് അത്രയും വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ടത് നമ്മൾ ആഗ്രഹിക്കുന്നവർക്ക്, നമ്മുടെ നാട് ചലിപ്പിക്കാൻ കഴിയുന്നവർക്ക് നൽകുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. അത് സംഭവിക്കട്ടെ. എല്ലാവരും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവട്ടെ. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ഇതുവരെ 20% പോളിംഗ് രേഖപ്പെടുത്തി. രാവിലെ 7 മണിക്ക് തന്നെ മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലും വോട്ടെടുപ്പ് ആരംഭിച്ചു. ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ടർമാരുടെ വലിയ പങ്കാളിത്തമാണ് മണ്ഡലത്തിൽ ഉടനീളം ദൃശ്യമായത്. വരികളിൽ തിരക്ക്. കടുത്ത വേനൽ ചൂട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ വോട്ട് രേഖപ്പെടുത്താനായി മുതിർന്ന പൗരന്മാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ 7 മണിക്ക് മുന്നേ തന്നെ ബൂത്തുകളിൽ എത്തിത്തുടങ്ങിയിരുന്നു. 8 മണിയായപ്പോഴേക്കും മിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർമാരുടെ നീണ്ട വരികൾ രൂപപ്പെട്ടു. മോക്ക് പോളിംഗിന് ശേഷം ചില ബൂത്തുകളിൽ ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും നിലവിൽ പോളിംഗ് സുഗമമായി നടക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. ചൂട് കണക്കിലെടുത്ത് വോട്ടർമാർക്കായി പ്രത്യേക ക്രമീകരണങ്ങളാണ് ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വരി നിൽക്കുന്നവർക്കായി എല്ലാ ബൂത്തുകളിലും പന്തലുകൾ ഒരുക്കി. ദാഹമകറ്റാൻ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും കുടിവെള്ളം സജ്ജമാണ്.
മുതിർന്ന പൗരന്മാർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കും ബൂത്തുകളിലെത്താൻ വീൽചെയറുകളും സന്നദ്ധ പ്രവർത്തകരുടെ സഹായവും ഉറപ്പാക്കിയിട്ടുണ്ട്. മണ്ഡലത്തിൽ വോട്ടെടുപ്പ് സമാധാനപരമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുന്നംകുളം ടൗണിലും സമീപ പഞ്ചായത്തുകളിലും പോലീസ് കർശന പരിശോധനകൾ നടത്തുന്നുണ്ട്. രാവിലെ മുതൽ കാണപ്പെടുന്ന വോട്ടർമാരുടെ വലിയ നിര മണ്ഡലത്തിലെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ സൂചനയായാണ് നൽകുന്നത്. ചാവക്കാട് തീരമേഖലയിൽ പോളിംഗ് സമാധാനപരമായി തുടരുന്നു. വോട്ടിംഗ് ആരംഭിച്ച മുതൽ പല ബൂത്തുകളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. സ്ത്രീകളുടെ വലിയ നിര തന്നെ പല ബൂത്തുകളിലും കാണാനായിരുന്നു. ചില ബൂത്തുകളിൽ മോക്ക് വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മെഷീൻ തകരാർ സംഭവിച്ചു. 179 നമ്പർ ഇരട്ടപ്പുഴ, 141 നമ്പർ LFCG ഹൈസ്കൂൾ മമ്മിയൂർ, 172 ALP ബ്ലാങ്ങാട് എന്നിവിടങ്ങളിലാണ് മോക്ക് പോളിന്റെ തുടക്കത്തിൽ തകരാർ കാണിച്ചത്. ഉടൻ തന്നെ ഇവ മാറ്റി സ്ഥാപിച്ചു. വോട്ടിംഗ് കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചു. ക്രമസമാധാനത്തിന്റെ ഭാഗമായി പോലീസ് വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. കുന്നംകുളത്ത് 2 ബൂത്തുകളിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചയുടൻ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 2 ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. ഇതേ തുടർന്ന് ഈ ബൂത്തുകളിൽ വോട്ടെടുപ്പ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ബൂത്ത് നമ്പർ 101 ബദനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ബ്ലോക്ക് ബൂത്തിൽ വോട്ടെടുപ്പ് ആരംഭിച്ചതിന് പിന്നാലെ മെഷീൻ തകരാർ സംഭവിക്കുകയായിരുന്നു. മോക്ക് പോൾ നടപടികൾ നേരത്തെ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. നിലവിൽ തകരാറിലായ മെഷീൻ മാറ്റി പുതിയത് സ്ഥാപിച്ചാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത്. ബൂത്ത് നമ്പർ 93 തിരുത്തിക്കാട് ഭാരത് മാതാ LP സ്കൂളിലും വോട്ടെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ യന്ത്ര തകരാർ റിപ്പോർട്ട് ചെയ്തു. മോക്ക് പോൾ പൂർത്തിയായെങ്കിലും സാങ്കേതിക തകരാർ മൂലം വോട്ടിംഗ് ആരംഭിക്കാൻ സാധിച്ചില്ല. തകരാർ പരിഹരിച്ച് എത്രയും വേഗം വോട്ടെടുപ്പ് പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. യന്ത്രങ്ങൾ പ്രവർത്തന സജ്ജമാകുന്ന മുറയ്ക്ക് വോട്ടെടുപ്പ് പുനരാരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അക്കിക്കാവ് ആൽത്തറ സ്കൂളിലെ 49 നമ്പർ ബൂത്തിൽ അരമണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. രാവിലെ നടത്തിയ മോക്ക് പോളിംഗിൽ യന്ത്ര തകരാർ കണ്ടെങ്കിലും ഇത് പരിഹരിച്ച് വോട്ടിംഗ് പുരോഗമിക്കുന്നതിനിടയിലാണ് വീണ്ടും യന്ത്രം പണിമുടക്കിയത്. തകരാർ പരിഹരിച്ച് വീണ്ടും വോട്ടിംഗ് ആരംഭിച്ചു. തകരാർ കാരണം നീണ്ട നിരയാണ് 49 നമ്പർ ബൂത്തിൽ അനുഭവപ്പെട്ടത്. വടക്കേക്കാട് പഞ്ചായത്ത് ഞമനേങ്ങാട് ഓൾഡ് ALP സ്കൂളിലെ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. കൃത്യസമയത്ത് തന്നെ പോളിംഗ് ആരംഭിച്ചെങ്കിലും വിരലിൽ എണ്ണാവുന്ന വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ ആദ്യം 88 ബൂത്തിൽ മെഷീൻ തകരാറിലായിരുന്നു. പിന്നീട് അരമണിക്കൂർ സമയമെടുത്ത് പ്രശ്നം പരിഹരിച്ചെങ്കിലും തുടർന്ന് 87 ബൂത്തിലും തകരാറുണ്ടായി. ഈ സമയങ്ങളിൽ സാമാന്യം നല്ല തിരക്കാണ് ഉണ്ടായത്. പലരും തിരിച്ചു പോകുന്നതും കാണാനായിരുന്നു. വേലൂർ തയ്യൂർ സ്കൂളിലെ 192 നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് 40 മിനിറ്റോളം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. 35 വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് യന്ത്രം തകരാറിലായത്. പിന്നീട് യന്ത്ര തകരാർ പരിഹരിച്ചാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. വടക്കേക്കാട് പഞ്ചായത്തിലെ 82 ബൂത്ത് വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിലെ EV മെഷീൻ തകരാറിലായി. 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചെങ്കിലും ആദ്യ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ തന്നെ മെഷീൻ തകരാർ കാണിക്കുകയായിരുന്നു. പിന്നീട് 45 മിനിറ്റ് സമയമെടുത്താണ് പ്രശ്നം പരിഹരിച്ചത്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ C ബ്ലോക്കിൽ 158 ബൂത്തിൽ വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങിയതായി ആക്ഷേപം. രാവിലെ 8 മണി മുതൽ 1 മണിക്കൂറോളമായി വരിയിൽ വയോധികരുൾപ്പെടെയുള്ള സ്ത്രീകൾ കാത്തുനിൽക്കുന്നതായി പരാതി. ഇടുങ്ങിയ ക്ലാസ് റൂം വരാന്തയായതിനാൽ കനത്ത ചൂടിൽ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്നും വോട്ടർമാർ പറഞ്ഞു. മർത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 149 ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. 153 വോട്ടുകൾ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് യന്ത്രം തകരാറിലായത്. പിന്നീട് സാങ്കേതിക പ്രശ്നം പരിഹരിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 157, 159 ബൂത്തുകൾ ക്രിട്ടിക്കൽ ബൂത്തുകളാക്കി. കേന്ദ്ര സായുധ സേനയുടെ നിയന്ത്രണത്തിലാണ് വോട്ടിംഗ് നടക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF, LDF പ്രവർത്തകർ തമ്മിൽ സംഘട്ടനം നടന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് അതീവ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.